നമ്മളെപ്പോഴും പറയാറുണ്ട് കമ്മ്യൂണിസം എന്നത് ഒരു അടഞ്ഞ ആശയമാണ് എന്ന്. എന്നാലും ആ ആശയത്തിൻ്റെ അടിസ്ഥാനം നല്ലതാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായ എല്ലാവരെയും സമന്മാരായി കാണുക, പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒക്കെ തന്നെ സമന്മാരായി കാണുക എന്ന അടിസ്ഥാന തത്വത്തിലൂന്നിയാണ് കമ്മ്യൂണിസം മുമ്പോട്ട് പോയത്. പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഏകാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജനവിരുദ്ധതയുടെ നാടിന് എതിരെ നിൽക്കുന്ന ഒക്കെ ചിന്താഗതികൾ പലപ്പോഴും കമ്മ്യൂണിസത്തിൽ കടന്നു വന്നു. ലോകത്ത് കമ്മ്യൂണിസം നശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജനവിരുദ്ധമായി, ജനങ്ങൾക്കെതിരായി, ധനാഢ്യരുടെ പിന്നാലെ പോയി, കമ്മ്യൂണിസം ക്യാപിറ്റലിസത്തിൻ്റെ പിന്നാലെ പോയി. അതൊക്കെ ഇടക്കാലത്ത് വലിയ ചർച്ചയായതാണ്. വിദേശ രാജ്യങ്ങളിൽ, റഷ്യയിലടക്കം കമ്മ്യൂണിസം തകർന്ന് തരിപ്പണമായതിനെക്കുറിച്ച് ഇപ്പോഴും പഠനങ്ങളും വാഗ്വാദങ്ങളുമൊക്കെ നടക്കുന്നുമുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് അധികാരങ്ങൾ ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ലേ? ഇദ്ദേഹം സാധാരണഗതിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരനായി പാവപ്പെട്ട ഒരുത്തനായി വളർന്നു വന്ന വ്യക്തിയല്ലേ? ഇദ്ദേഹത്തിന് ഒരു സുഖ്യമാനായി മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് എവിടെങ്കിലും ഒരു പിന്തുണയില്ലാതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആരുടെയെങ്കിലുമൊക്കെ ഒത്താശയില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലേ? ഇദ്ദേഹം സ്വയം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ഒരു സാധാരണ ധർമ്മടത്തെ MLA ആയി പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയായി അല്ലെങ്കിൽ അവർക്ക് അവസരം കൊടുക്കുന്ന വ്യക്തിയെ മാറേണ്ടതില്ലേ? ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് ഞാനോ ഞങ്ങളോ അല്ല, നിരവധി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് വിവരം വെളിപ്പെടുത്തുന്നില്ല, കഴിഞ്ഞ 50-52 വർഷമായി CPM-നെ നെഞ്ചിലേറ്റിയ, അരിവാൾ ചുറ്റികയ്ക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന, പാർട്ടിയുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്ന കോട്ടയം ജില്ലയിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അപ്പൂപ്പനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയുണ്ടായി. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നില്ല, എന്നാലും ഈ ഡാഷിന് ഒരു അസഭ്യപദമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനാകാൻ പ്രായമുള്ള എന്നോട് ഇത് പ്രയോഗിക്കണം എങ്കിൽ അദ്ദേഹം എത്ര സഹി കേട്ടു. ഈ ഡാഷിന് ഇവിടുന്ന് പോകാറായില്ലേ? ജനങ്ങളെ ഇനിയും പറ്റിക്കാനും ജനങ്ങളുടെ ചീത്ത കേൾക്കാനും കമ്മ്യൂണിസം എന്ന ആശയത്തെ തകർക്കാനും വേണ്ടി ഇയാൾ ഇവിടെ നിൽക്കുകയാണോ മോനെ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്കിതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയില്ല, ഞങ്ങൾ വാർത്തകൾ നൽകുന്നു എന്നേ ഉള്ളൂ, ഇതൊക്കെ CPM-ൻ്റെ തീരുമാനങ്ങളല്ലേ. പിന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. CPM കാലങ്ങളായി, കഴിഞ്ഞ ഒരു 10-20 വർഷമായി എടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ഏകാധിപത്യ പ്രവണത, ലക്ഷങ്ങൾ കോടികൾ വെട്ടിച്ചു കൊണ്ടുപോകുന്ന കണക്കുകൾ, CPM-ൻ്റെ ലോക്കൽ സഖാക്കൾ പോലും കോടികൾ വെട്ടിച്ച, ലക്ഷങ്ങൾ വെട്ടിച്ച കണക്കും കാര്യങ്ങളുമൊക്കെ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. ഇത് പിണറായിസം തുടരുകയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അത് പ്രതിപക്ഷ നേതാവായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ഥാനമാനങ്ങൾ ആണെങ്കിലുമൊക്കെ പിണറായിസം എന്ന ഈ ദുഷിച്ച ആശയം കമ്മ്യൂണിസത്തെ കവച്ചു വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ജനങ്ങളെ, സഖാക്കളെ വെറും പൊട്ടന്മാരും മണ്ടന്മാരും വെറും തെണ്ടികളുമാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് ആ 85-90 വയസ്സായ ഉദ്ദേശം പിണറായി വിജയൻ്റെ പ്രായമുള്ള വ്യക്തി പറഞ്ഞത്. അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ മുതലേ അദ്ദേഹത്തെ അറിയാം. എന്തൊക്കെ വന്നാലും ഇത് ഒരിക്കലും കമ്മ്യൂണിസം എന്ന ആശയത്തിനോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കോ ഭൂഷണമല്ല. ഇത് ജനവിരുദ്ധതയാണ്, ഇത് സാമൂഹ്യ വിരുദ്ധതയാണ്, ഇത് പാർട്ടി വിരുദ്ധതയാണ്. ഇതാണ് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകൾ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, വയലുകളിൽ പണിയെടുക്കുന്നവർക്ക്, കൂലിപ്പണിയെടുക്കുന്നവർക്ക്, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും അപകടമാണ്. മറുത്തു പറയാൻ ആരുമില്ല. എന്തു വന്നാലും പിണറായിസം കഴിഞ്ഞ് എന്തിസവുമുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു ദുരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആ പാവപ്പെട്ട സഖാവ് നൽകിയത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെയധികം കഴമ്പുള്ള കാര്യങ്ങളാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു പോകും. കാരണം അദ്ദേഹത്തിന് സഹി കെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ പോലെ ലക്ഷക്കണക്കിന് സഖാക്കൾക്ക് സഹി കെട്ടിരിക്കുന്നു. പിണറായിസം തുലയുക തന്നെ വേണം, പിണറായിസം ഇല്ലാതാവുക തന്നെ വേണം. പിണറായിസം കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കും. അതിനു മുൻപ് തീരുമാനങ്ങൾ എടുക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ പാർട്ടിക്കും സഖാക്കൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും കൊള്ളാം. അല്ലെങ്കിൽ പിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി.